ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും കാലൻ അവതരിച്ചിട്ടുണ്ട്. ഇനി അതിശക്തമായ തിരിച്ചടി. ഇറാന്റെ തിരിച്ചടിയിൽ ഇരു രാജ്യങ്ങളും വെന്തുപുളയും. ജൂതന്റെ കണ്ണിൽ തീ പടർത്തും. ഇസ്രയേൽ എന്ന രാഷ്ട്രം ഞങ്ങൾ കത്തിക്കും. കൊലവെറിയുമായി IRGC വീണ്ടും രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. എന്നാൽ IRGCയെ കണ്ട് അമ്പരക്കുകയാണ് ഇറാൻ ഭരണകൂടം. എങ്ങനെ തിരിച്ചടിക്കുമെന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് വെല്ലുവിളിക്കുന്നത്. അതാണ് ഇറാൻ ഭരണകൂടത്തെ ഭയപ്പെടുത്തുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വെല്ലുവിളിയോ യുദ്ധമോ അല്ല ആവശ്യം, ഒരു സമാധാന കരാറിൽ എത്തുക എന്നുള്ളതാണ്. സാമ്പത്തികപരമായും ആയുധശേഷിയിലും ഇറാൻ എന്ന രാജ്യം മുച്ചൂടും തകർന്നിരിക്കുകയാണ്. അവർക്ക് തല ഒന്ന് ഉയർത്തി നിൽക്കണമെങ്കിൽ ഒരു ഗ്യാപ്പ് കിട്ടണം. ഈ സമാധാന കരാറിൻ്റെ ഇടവേള അത് അവർക്ക് ഉയർത്തെഴുന്നേൽക്കാനുള്ള അവസരമാക്കി മാറ്റാനാണ് ഇറാൻ ഭരണകൂടം ശ്രമിക്കുന്നത്. എന്നാൽ അതിനെയെല്ലാം തച്ച് തകർത്തുകൊണ്ട് IRGC വെല്ലുവിളിയുമായി കളം നിറയുമ്പോൾ ഒരു പുതിയ ശക്തൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അമേരിക്കയെയും ഇസ്രയേലിനെയും അയാൾ കത്തിക്കും എന്ന് വെല്ലുവിളിക്കുകയാണ് IRGC. ആയത്തുള്ള അലി ഖമനേയി ഇന്നില്ല. അലി ഖമനേയിയെ പോലെ ശക്തനായ ഒരാൾ ഇന്ന് ഇറാനിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത. അമേരിക്കയെയും ഇസ്രയേലിനെയും വെല്ലുവിളിക്കാൻ, അവർക്കെതിരെ അതിശക്തമായ നീക്കങ്ങൾ നടത്താൻ ആയത്തുള്ള അലി ഖമനേയി ഇന്നില്ല എന്ന് IRGCയെ പറഞ്ഞു മനസ്സിലാക്കാൻ പെടാപ്പാടുപെടുകയാണ് ഇറാൻ ഭരണകൂടം. എന്നാൽ IRGC ഇപ്പോൾ രംഗത്തേക്ക് വന്ന് തങ്ങൾക്കൊരു പുതിയ ശക്തനുണ്ട് എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ്? ലോകം അതാണ് ഉറ്റുനോക്കുന്നത്. അവർ ഉയർത്തിക്കാട്ടുന്നത് ഒരു വലിയ അലി ഖമനേയിയെ ഒന്നുമല്ല, അതായത് ആയത്തുള്ള അലി ഖമനേയിയുടെ പകരക്കാരനാക്കാൻ പറ്റുന്ന ഒരാളെ ഒന്നുമല്ല. പിതാവും കുടുംബം ഒന്നടങ്കം ചിതറിത്തെറിച്ചപ്പോൾ അവിടെ നിന്ന് ഒളിച്ചോടി തുരങ്കത്തിനുള്ളിൽ അഭയം തേടിയ ഒരാളെയാണ് ശക്തനായി IRGC ഉയർത്തി കാണിക്കുന്നത്. അതായത് മൊജ്തബ ഖമനേയിയെ. മൊജ്തബ ഖമനേയി സർവ്വ ശക്തിയും എടുത്ത് തിരിച്ചു വന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ IRGC വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത്. ടെഹ്റാന്റെ പള്ളിയുടെ നടുമുറ്റത്ത് നിന്നുകൊണ്ട് IRGC സ്വന്തം ജനതയോട് പറയുകയാണ്, അലി ഖമനേയി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു മൊജ്തബയുടെ രൂപത്തിലെന്ന്. എന്നാൽ മൊജ്തബയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ഭയപ്പാടിലായിരുന്നു പള്ളിക്ക് മുന്നിൽ ഒത്തുകൂടിയവരുടെ മുഖത്തുണ്ടായിരുന്ന ആ പരിഭ്രമത്തിൽ നിന്ന് വ്യക്തമാകുന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. തോറ്റുകൊടുക്കാൻ ഇറാൻ തയ്യാറല്ല എന്ന സന്ദേശമാണ് ഇപ്പോൾ IRGCയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. യുദ്ധത്തിന്റെ തുടക്കത്തിൽ ശത്രുക്കളുടെ വ്യോമാക്രമണങ്ങളിൽ പരിക്കേറ്റ് പിന്നീട് രഹസ്യ കേന്ദ്രത്തിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇറാന്റെ പുതിയ നേതാവ് ആയത്തുള്ള സയ്യിദ് മൊജ്തബ ഖമനേയി ഒടുവിൽ പരസ്യമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ പോകുന്നു എന്ന ഒരു വലിയ പ്രഖ്യാപനമാണ് IRGC നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ മൊജ്തബ ഖമനേയി പുറത്തേക്ക് വരാൻ പോകുന്നു എന്നുള്ള വലിയ പ്രഖ്യാപനം IRGC നടത്താൻ ഒരു കാരണമുണ്ട്. കാരണം ഇറാൻ വലിയ നാണക്കേടിന്റെ വക്കിലേക്ക് എത്തിയിരുന്നു. സ്വന്തം പിതാവിന്റെ സംസ്കാര ചടങ്ങിന് പോലും എത്താതെ മാറി നിന്ന ഒളിച്ചു കളിച്ച മകനെതിരെ ഇറാൻ ജനം തന്നെ ഇപ്പോൾ ശക്തമായി പ്രതികരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പരമോന്നത നേതാവിനെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ് അവിടുത്തെ ജനം പറഞ്ഞുകൊണ്ടിരുന്നത്. വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിയതോടെയാണ് IRGC ഇപ്പോൾ മൊജ്തബയെ പുറത്തേക്കിറക്കാൻ തയ്യാറായിരിക്കുന്നത്. IRGC ആണ് ഇനി കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത്. മൊജ്തബയെ വെറും ഒരു റബ്ബർ സ്റ്റാമ്പായിട്ട് നിർത്താനാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ലോകത്തിന് മുന്നിൽ ഇപ്പോഴും അവർക്ക് കാണിച്ചു കൊടുക്കണം, ഇറാന്റെ മതഭരണകൂടമാണ് എല്ലാം തീരുമാനിക്കുന്നതെന്നും പരമോന്നത നേതാവിന്റെ പക്കലാണ് അധികാരം എല്ലാം ഉള്ളതെന്നും വരുത്തി തീർക്കാനുള്ള ഒരു വ്യഗ്രതയാണ് IRGCയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. കാരണം ഇറാന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അത് പ്രസിഡന്റ് അല്ല, പരമോന്നത നേതാവാണ്. ആ പരമോന്നത നേതാവ് എന്ന പദവിക്ക് വലിയ ഒരു ബഹുമാനം കൊടുക്കുന്നുണ്ട് IRGC. അതുകൊണ്ട് ആ പരമോന്നത നേതാവിന്റെ കസേരയിലേക്ക് ഒരാൾ ഇരിക്കണം. പക്ഷേ പരമോന്നത നേതാവിന്റെ കസേരയിൽ ഇരിക്കാൻ മൊജ്തബ യോഗ്യനല്ല എന്നറിയാമായിരുന്നിട്ടും ആ പദവിയോടുള്ള ബഹുമാനം കാണിക്കുകയാണ് IRGC ഇപ്പോഴും. ആ കസേരയിൽ മൊജ്തബ ഇരിക്കട്ടെ, എന്നാൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങളാണ് എന്നുള്ളതാണ് IRGCയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. ശത്രുക്കളുടെ താവളങ്ങളെ വിറപ്പിക്കുന്ന ഒരു വൻ തിരിച്ചുവരവിനാണ് ഇറാനിയൻ മണ്ണ് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്നത് എന്നാണ് IRGCയുടെ പ്രഖ്യാപനം. ആഗോള രാഷ്ട്രീയത്തിന്റെ കണ്ണ് മുഴുവൻ ഇപ്പോൾ ഇറാനിലേക്ക് എത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് മൊസാദിന്റെ ഒരു കണ്ണ് ടെഹ്റാനിൽ വട്ടമിട്ട് പറക്കുകയാണ്. പ്രത്യേകിച്ച് IRGC ടെഹ്റാനിലെ പള്ളിക്ക് നടുവിലേക്ക് അവിടുത്തെ ജനങ്ങളെ കൂട്ടിയപ്പോൾ തന്നെ ഇസ്രയേൽ വലിയൊരു അപകടം മണത്തിരുന്നു. അതുകൊണ്ട് തന്നെ ടെഹ്റാന് മുകളിൽ വട്ടമിട്ട് പറക്കുകയാണ് ഇസ്രയേൽ ചാര സംഘടന.
വരും ദിവസങ്ങളിൽ തൻ്റെ പിതാവും ഇറാന്റെ പരമോന്നത നേതാവുമായിരുന്ന ആയത്തുള്ള അലി ഖമനേയിയുടെ അനുസ്മരണ ചടങ്ങിൽ മൊജ്തബ പങ്കെടുക്കും എന്നാണ് ഇപ്പോൾ ഔദ്യോഗിക വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സൈന്യത്തിന് തങ്ങളെ തളർത്താൻ കഴിയില്ല എന്നും പരിക്കുകളെ അതിജീവിച്ച് ഇസ്ലാമിക വിപ്ലവത്തിന്റെ ചെങ്കോൽ പുതിയ നേതാവിന്റെ കൈകളിൽ സുരക്ഷിതമാണെന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ് IRGC. എന്നാൽ ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായി കാണേണ്ട മറ്റൊരു വശമുണ്ട്. ആയത്തുള്ള അലി ഖമനേയിക്ക് കൊടുത്തിരുന്നതിനേക്കാൾ വലിയ സുരക്ഷാ വലയമാണ് മൊജ്തബ ഖമനേയിക്ക് കൊടുക്കുന്നത്. കാരണം ഇസ്രയേൽ മൊജ്തബയെ നോട്ടമിട്ട് കഴിഞ്ഞതാണ്. എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടാം. മൊജ്തബയാണെങ്കിൽ മൊസാദിനെ ഭയക്കുന്നുമുണ്ട്. എന്നാൽ നാണക്കേടിന്റെ വക്കിലേക്ക് ഇറാൻ ഭരണകൂടം എത്തിയതുകൊണ്ട് തന്നെ പുറത്തേക്ക് വരാതെ നിവൃത്തിയുമില്ല. അങ്ങനെയാണ് സഹികെട്ട് മൊജ്തബ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറാകുന്നത്. ഇത് മാത്രമല്ല, IRGC ഇപ്പോൾ ഇറാനിലെ ജനങ്ങളെ പറഞ്ഞു വിശ്വസിപ്പിക്കുന്നത് മൊജ്തബ ഭയന്നല്ല തുരങ്കത്തിൽ കഴിഞ്ഞതെന്നും ആയത്തുള്ള അലി ഖമനേയിയുടെ മരണത്തിന് പകരം വീട്ടാൻ അദ്ദേഹം സർവ്വശക്തിയും എടുത്ത് പുറത്തേക്ക് വരുന്നതിന് വേണ്ടി ഒന്ന് മാറി നിന്നതാണ് എന്നൊക്കെയുള്ള വലിയ വ്യാഖ്യാനമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ആക്രമണത്തിൽ അദ്ദേഹത്തിനും പരിക്ക് പറ്റി അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇറാൻ എന്ന രാജ്യത്തിൻ്റെ ചെങ്കോൽ അദ്ദേഹം കയ്യിൽ പിടിക്കുന്നതിന് വേണ്ടി മാറി നിന്നു എന്നൊക്കെയാണ് ഇങ്ങനെ IRGC വാതോരാതെ ഇറാന്റെ തെരുവോരങ്ങളിൽ മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. ഇറാനിലെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ IRNA X പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇപ്പോൾ നിർണായകമായ വിവരം ലോകത്തെ അറിയിച്ചിരിക്കുന്നത്. ഇസ്ലാമിക വിപ്ലവത്തിന്റെ പുതിയ നായകൻ ആയത്തുള്ള സയ്യിദ് മൊജ്തബ ഖമനേയിയുടെ സാന്നിധ്യത്തിൽ കൊല്ലപ്പെട്ട മുൻ പരമോന്നത നേതാവിന്റെ വലിയൊരു അനുസ്മരണ ചടങ്ങ് ടെഹ്റാനിലെ ഗ്രാൻഡ് മൊസല്ലയിൽ നടക്കും. തങ്ങളുടെ പ്രിയപ്പെട്ട രക്തസാക്ഷി നേതാവിന് രാജ്യം നൽകുന്ന ഏറ്റവും വലിയ ആദരവായിരിക്കും ഈ ചടങ്ങെന്നാണ് ഇറാൻ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത്. ഏതാണ്ട് 37 വർഷത്തോളം സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നയിച്ച അലി ഖമനേയി അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ക്രൂരമായ വ്യോമാക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത്. ഫെബ്രുവരി 28-നുണ്ടായ ആ മാരക ആക്രമണത്തിൽ അദ്ദേഹത്തോടൊപ്പം മകളും മരുമകളും 14 മാസം മാത്രം പ്രായമുള്ള ചെറുമകളും രക്തസാക്ഷിത്വം വഹിച്ചിരുന്നു. തങ്ങളുടെ പ്രിയ നേതാവിനെയും കുടുംബത്തെയും വകവരുത്തി ഇറാനെ തകർക്കാമെന്നായിരുന്നു പാശ്ചാത്യ ശക്തികളുടെ മോഹമെങ്കിൽ അത് വെറും ഭ്രമം മാത്രമാണെന്ന് ഇറാൻ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇറാൻ മാധ്യമങ്ങളിൽ ഇപ്പോൾ വാർത്തകൾ വരുന്നത്. എന്നാൽ എന്ത് തിരിച്ചടി, അതായത് പരമോന്നത നേതാവിനെ ഉൾപ്പെടെ ഇറാൻ ഭരണകൂടത്തിലെ ഒരു കൂട്ടം ശക്തരായ നേതാക്കളെ മുഴുവൻ ഇസ്രയേൽ വധിച്ചു കഴിഞ്ഞു. എന്നിട്ടും നിങ്ങൾക്ക് തിരിച്ച് ഇസ്രയേലിനെതിരെ എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ചോദ്യം IRGCയെ വല്ലാതെ തളർത്തുകയാണ്. കാരണം അവരുടെ പ്രിയപ്പെട്ട പ്രധാന നേതാക്കൾ എല്ലാവരും തന്നെ കൊല്ലപ്പെട്ടു കഴിഞ്ഞു.